എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാസർഗോഡ് 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയായ 25 വയസ്സുകാരിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ഉപ്പള സോങ്കാലിലാണ് സംഭവം നടന്നത്. കൊടങ്കൈ റോഡിലെ മൊയ്തീൻ സവാദിൻ്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനെയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ ജീവനൊടുക്കിയ നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നസ്ബീന. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിരിക്കാം ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയും റെസ്റ്റില്ലായ്മയും ഒറ്റപ്പെടലും മാത്രമുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ ദേഷ്യവും സങ്കടവും എല്ലാം മാറാൻ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. അതുപോലും ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതുപോലെയുള്ള ചിന്തകളായിട്ട് മാറാനായിട്ട് ഇടവരുന്നത്. ഈ പ്രസവം കഴിഞ്ഞാൽ വരുന്ന ഡിപ്രഷനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്, PPD. ഇതിനെ പ്രസവാനന്തര വിഷാദമെന്നും പറയും. ഇത് സാധാരണയായി കാണപ്പെടുന്ന ബേബി ബ്ലൂസ് എന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദങ്ങളും കാരണം വരുന്ന അതികഠിനമായ ഒരു വിഷാദാവസ്ഥയാണിത്. ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ്. പ്രധാന ലക്ഷണങ്ങൾ: സാധാരണ സങ്കടത്തിനപ്പുറം താഴെ പറയുന്ന ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ശ്രദ്ധിക്കണം. കടുത്ത വിഷാദം, എപ്പോഴും സങ്കടം തോന്നുക, കാരണമില്ലാതെ കരയുക, കുഞ്ഞിനോടുള്ള അകൽച്ച, കുഞ്ഞിനെ സ്നേഹിക്കാനോ പരിചരിക്കാനോ താല്പര്യമില്ലായ്മ, ഉറക്കമില്ലായ്മ, കുഞ്ഞ് ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, ദേഷ്യം, അസ്വസ്ഥത, ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യം വരിക, വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, ആത്മഹത്യാ ചിന്തകൾ, ജീവിതം അവസാനിപ്പിക്കണമെന്ന ചിന്ത. തിരിച്ചറിയേണ്ട വ്യത്യാസങ്ങൾ: ഈ അവസ്ഥയെ 3ആയി തരംതിരിക്കാം. ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ബേബി ബ്ലൂസ്. സങ്കടം, ഉത്കണ്ഠ തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും ഇത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറും. ഇതിന് പ്രത്യേക